CPM എങ്ങനെ പറയാ? CPM നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കരുവന്നൂരിൽ. BJP അങ്ങനെ എവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പല പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അത് നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്, CPM-ന്റെ അല്ല ആവശ്യം ഞങ്ങളാണ് ഉന്നയിക്കുന്നത്. CPM-ന്റെ ഒരു കൗൺസിലറുടെ കൈക്കൂലി കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമം, പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അനിലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസ് കേരളത്തിലെ മറ്റ് നിരവധി സഹകരണ സംഘങ്ങളിലുണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഭീമമായിട്ടുള്ള ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല, ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങൾ, ആ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പോലീസ് അവിടുത്തെ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ മാത്രം പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്തിന്, ആരുടെ താല്പര്യപ്രകാരമാണ്? അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. എവിടെ അന്തരീക്ഷ മോശം? അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്താ അവിടെ നടന്നതെന്ന് എനിക്കറിയില്ല. അല്ല, BJP അല്ലല്ല തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. BJP സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയോ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണമെന്നല്ലാതെ നിങ്ങൾ എന്തൊക്കെ പറയോ? ഇതേപോലെയുള്ള സ്വാഭാവികമല്ലേ അത്? അല്ല, അത് കിനാലൂരുകാർ കാത്തിരിക്കും, അതുപോലെ പാറശാലക്കാർ കാത്തിരിക്കുന്നുണ്ട്, കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അല്ല, അത് നമ്മളല്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ, ഞാനിപ്പോ ഇവിടെ ജില്ലയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാനൊരു സ്ഥലം ഉണ്ടാവും. അത് പറയല്ലോ, അത് സ്വാഭാവികമല്ലേ. പൊതുപ്രവർത്തകരെല്ലാവരും അവരവരുടെ പ്രദേശത്തിന്റെ വികസനം ആഗ്രഹിക്കും, അതിലൊരു തെറ്റുമില്ല. അല്ല, NSSന്റെ നിലപാട് മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. NSS അല്ല എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം, ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ, യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ? ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം കേരള ഗവൺമെന്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജനങ്ങൾ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷേ പരസ്യമായിട്ട് സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒന്ന്. രണ്ടാമത്, NSSന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് ആ കാലത്ത് എടുത്തിട്ടുള്ള ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അപ്പൊ സർക്കാരിന്റെ നിലപാടിൽ എന്ത് മാറ്റം വന്നിരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്.
അക്കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും തർക്കമില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ല. കാരണം കേസ് പിൻവലിച്ചിട്ടില്ല. അതോടൊപ്പം ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റിയതായിട്ട് പറഞ്ഞിട്ടില്ല. സർക്കാർ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ കൊടുക്കും? ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ, ഞാൻ ആവർത്തിച്ച് പറയാണ്, പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം. അപ്പോഴാണ് നിലപാട് വ്യക്തം മാറി എന്നറിയാൻ പറ്റുക. അല്ല, അങ്ങനെയല്ല. എനിക്കറിയില്ല കോൺഗ്രസ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ലല്ലോ. കോൺഗ്രസ് എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. നേരത്തെ രാവിലെ എന്നോട് ഒരാളെ ചോദിച്ചത് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലെന്നോ. കോൺഗ്രസിന്റെ കാര്യം ഞാൻ എങ്ങനെ അഭിപ്രായം പറയും? അല്ല, ഞങ്ങൾ NSSന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് എന്താണെന്ന്. സർക്കാർ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണം. 2, യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള നേരത്തെയുള്ള സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, ആ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ നിലപാട് പുതിയ സത്യവാങ്മൂലമായിട്ട് കൊടുക്കണം. അത് സർക്കാർ പ്രഖ്യാപിക്കണം. കൊടുത്തോട്ടെ. അതെയോ? ചർച്ച BJPയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോ കാലഘട്ടത്തിൽ ആ സമയത്തുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. BJP കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആചാര സംരക്ഷണം ഉണ്ടാകണം എന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പമാണ് BJP. നിങ്ങൾ RSSന്റെ ആരാ? നിങ്ങൾ RSSന്റെ എന്തോ ഭാരവത്തോ? പിന്നെ ഇങ്ങനെ RSSന്റെ നിലപാട് നിങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, പബ്ലിക് ഡൊമൈനിൽ എന്താണെന്ന് എനിക്കും അറിയാലോ. എനിക്കത് അറിയാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്നാണ്. നിങ്ങളെ ഏത് ചാനലിനെ പ്രതിനിധീകരിച്ചിട്ടാ? അപ്പൊ പിന്നെ സ്വാഭാവികമായും കൈരളി TVയുടെ റിപ്പോർട്ടർക്ക് പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ അല്ലല്ല സുരേഷ് ഗോപിയൊന്നല്ല. അതായത് കൈരളി ചാനല് ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ മാഷയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞാൻ കാണിക്കണോ? MV ഗോവിന്ദൻ പറഞ്ഞത് ചാനലുകളോട് എന്താ പറഞ്ഞ്, നിങ്ങളൊക്കെ പച്ചക്കള്ളം പറയുന്നവരാണെന്ന്. അപ്പൊ MV ഗോവിന്ദൻ പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് ചാനലുകളോട് പറയുമ്പോ അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അപ്പൊ അതുകൊണ്ടാ പറയാം, ഞാൻ എന്റെ കാര്യം എന്നെ പുകഴ്ത്തണ്ട. ഞാൻ BJPയുടെ എന്നെ പുകഴ്ത്തി കുടിച്ചടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ 10-45 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് കൈരളി ചാനൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നമുക്കെല്ലാവർക്കും അല്ലേ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ കൈരളി ചാനലിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ നിറവേറ്റിക്കോ. എനിക്ക് അതിന്റെ കൂട്ടു നിൽക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. വരട്ടെ, നാളെ സംസ്ഥാന സമിതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാലോ. ആ സംസ്ഥാന സമിതി ഇപ്പോഴേ സംസ്ഥാന സമിതിയുടെ കാര്യമൊക്കെ BJP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 മാസം ബാക്കിയിരിക്കുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്നു. അതിലൊക്കെ BJP സജീവമായിട്ട് പങ്കാളികളാവുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ. തീർച്ചയായിട്ടും ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.